السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വിശുദ്ധമായി റബീഇന്റെ സുന്ദരമായ വേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനുഷിക മാതൃക എന്ന വിഷയത്തെ അപഗ്രഥിച്ചുകൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തുണക്കട്ടെ. 1500-ാം തിരുവസന്തം ആഘോഷിക്കുന്ന ഈ സുന്ദരമായ വേളയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും അവിടുത്തെ ശൈലികളും സർവകാലത്തുമുള്ള മനുഷ്യ സമൂഹത്തിന് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മാതൃകയാണെന്ന് അവിടുത്തെ പഠിക്കുന്ന ഏതൊരാൾക്കും സമ്മതിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ അഹ്സാബിൽ 21-ാം ആയത്തിൽ കാണാം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് പ്രവാചകരിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ ജനനം മുതൽ മരണം വരെ ഏതെല്ലാം തലങ്ങളിലൂടെ കടന്നു പോകുന്നുവോ അവിടെയെല്ലാം ഉദാത്തമായ മാതൃക ലോകത്തിന്റെ പ്രവാചകൻ മദീനയുടെ രാജാവ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്നിവരുടെ വാത്സല്യമുള്ള വെല്ലിപ്പയായി നമ്മൾ അവരെ കാണേണ്ടി വരും. മാത്രമല്ല ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായുടെ സ്നേഹനിധിയായ ഭർത്താവായി മാതൃക കാണിക്കാനും ലോകത്തിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി മനുഷ്യ സമൂഹത്തിന്റെ ഏതെല്ലാം തലങ്ങളുണ്ടോ അവിടെയെല്ലാം സർവ്വ സൈന്യാധിപനായി ലോകത്തിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെ ഉത്തമ മാതൃകയുണ്ട്. അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നുവോ അവിടെയെല്ലാം ഉത്തമമായ മാതൃകയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജീവിതം കൊണ്ട് സാധിച്ചിട്ടുള്ളത് എന്നത് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. ഇത് തന്നെ മഹത്തായ വിപ്ലവത്തിന്റെ പ്രവാചകത്തെ ലബ്ധിക്ക് ശേഷമുള്ള 23 വർഷക്കാലത്തെ തിരുജീവിതം കൊണ്ട് അവിടുത്തെ അടയാളപ്പെടുത്തലുകളും മഹാമാസ്മരികതകളും കണ്ടുകൊണ്ടും മാത്രമല്ല അവിടുത്തെ ജീവിതത്തിന്റെ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ടുമാണ് മൈക്കിൾ എച്ചേർഡ് തന്റെ ദി 100 എന്ന പുസ്തകത്തിന്റെ 1-ാം നമ്പറിൽ ലോകത്തിന്റെ പ്രവാചകൻ മദീനയുടെ രാജാവ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്ങനെയാണ് ലോകത്തിന്റെ പ്രവാചകൻ നമുക്ക് മാതൃകയാകുന്നത്? ഇന്ന് നവകാലത്ത് ആധുനിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നാം പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം ഉദാത്തമായ മാതൃകയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ട്. മാത്രമല്ല ഒരു സമൂഹം, ഒരു കുടുംബം തുടങ്ങി എല്ലാ തലങ്ങളിലേക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ചു നോക്കിയാൽ അവിടെയെല്ലാം ഉദാത്തമായ മാതൃകകളും പാഠങ്ങളും നൽകിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിന്റെ പ്രവാചകൻ മദീനയുടെ രാജാവ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് നയിച്ചിട്ടുള്ളത്. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും സംഘടനകളും യുദ്ധങ്ങളും നടത്തിയ ആ ഗോത്രവർഗക്കാരെ മുഴുവനും ഒരേ ആശയത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ ഉദാത്ത മാതൃകളാക്കി മാറ്റാൻ കഴിഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ സാക്ഷാത്കാരമായി നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതുണ്ട്. അങ്ങനെ തുടങ്ങി അവിടുത്തെ മാതൃകകളുടെ പാഠങ്ങൾ നാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളാക്കാൻ നാം ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.